നമസ്കാരം. 56 മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ അഷ്ടപാലിനോടൊപ്പമാണ്. നമസ്കാരം. നമസ്കാരം. വെങ്ങാനൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 2020-21 മെമ്പറായിരുന്നു. അപ്പം അവിടെ വെങ്ങാനൂരിൽ ഈ പഞ്ചായത്തിനകത്തുള്ള ആളുകളെയൊക്കെ ഒരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ചെന്നാൽ ഏത് വാർഡിലുള്ള ആൾ ചെന്നാലും അഷ്ടപാലന്റെ ഒരു കൈ സഹായം അവിടെ ഉണ്ട്. എല്ലാ മേഖലകളും അങ്ങനെ തന്നെയാണ് അല്ലേ? അത് ആര് വന്നാലും ഏത് രാഷ്ട്രീയക്കാർ വന്നാലും അതിനകത്ത് രാഷ്ട്രീയമില്ലാതെ ഞാൻ എല്ലാവരെയും പഞ്ചായത്തിലെ ഇപ്പൊ ഒരു സർട്ടിഫിക്കറ്റിനായാലും ഒരു ആനുകൂല്യത്തിനാണെങ്കിലും അവിടെ ഫുൾ ടൈം ഉണ്ട്, കൃത്യമായിട്ടുണ്ട്. കാര്യം ഞാൻ രാവിലെ 10 മണിക്ക് അവിടെ എത്തിയാൽ വൈകുന്നേരം 5:10 കഴിഞ്ഞ് പഞ്ചായത്തിന്റെ ജീവനക്കാരെല്ലാം പോയതിനു ശേഷം മാത്രമേ ഞാൻ പഞ്ചായത്തിന് മടങ്ങി വരും. ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സേവനം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും അത് ഉണ്ടാവണം എന്നുള്ളതാണ്. സാധാരണ ജനപ്രതികളൊക്കെ രാവിലെ വന്നാൽ 12-1 മണിയോടെ അവർ മടങ്ങി. ഞാൻ കൃത്യമായിട്ട് ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും പട്ടികജാതി പട്ടികവർഗ ചെയർമാനും കൂടെയാണ്. 20 വാർഡിലെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അവരുടെ ആനുകൂല്യങ്ങൾ വാങ്ങാൻ വേണ്ടി എത്തുമ്പോൾ പല കാരണങ്ങളായാലും അവർക്ക് ആ സർട്ടിഫിക്കറ്റുകൾ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അവർക്ക് കൃത്യമായി വാങ്ങിക്കൊടുക്കാൻ പഞ്ചായത്ത് സജീവമായ ഇടപെടലാണ് ഞാൻ നടത്തുന്നത്. അവരുടെ ജാതി സർട്ടിഫിക്കറ്റും ഓരോ സമുദായത്തിനും അവരുടെ ജാതി സർട്ടിഫിക്കറ്റിന് അതാത് ജാതി സമുദായപ്പെടുന്ന ആളുകൾ അതിൽ സാക്ഷി മൊഴി കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടൂ. അപ്പോൾ ഞാൻ കൃത്യമായി നിന്നുകൊണ്ട് ആ ഇടപെടലുകൾ നടത്തി അവരുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതാണ്. എനിക്ക് ഏറ്റവും ഒരു സന്തോഷമായ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഞാൻ 2020-21 പഞ്ചായത്ത് മെമ്പറായ വെങ്ങാനൂരിൽ എത്തുമ്പോൾ കൊറോണ കാലഘട്ടമായിരുന്നു. കിലയിൽ നിന്നും കിട്ടിയ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഫണ്ട് വർഷം 1 കോടി രൂപയാണ് ഫണ്ട് അനുവദിക്കുന്നത്. ആ ഫണ്ട് 45 ലക്ഷം 50 ലക്ഷത്തിനപ്പുറം ചെലവാവുകയും ബാക്കി ലാപ്സായി പോകുന്നൊരു ചടങ്ങ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കിലയിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങിലാണ് എനിക്ക് മനസ്സിലായി. ഈ ഫണ്ട് 5-6 ഇംപ്ലിമെന്റ് ഓഫീസർമാരുടെ കയ്യിലൂടെയാണ് ഈ ഫണ്ട് കൊടുത്തിരുന്നത്. അന്ന് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന MP ഗോവിന്ദൻ മാസ്റ്റർ, ഇന്ന് അദ്ദേഹം CPM പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് 941 പഞ്ചായത്തിലും പട്ടികജാതി ഫണ്ട് 100% വിനിയോഗിക്കുന്നു. ആ ട്രെയിനിങ് അല്ലെങ്കിൽ അതിൽ കിട്ടിയ ആ ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാർച്ച് 31 മുമ്പേ ഇംപ്ലിമെന്റ് ഓഫീസർമാരുമായിട്ട് ഇടപെട്ട് ഏതൊക്കെ ഫണ്ടുകളാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, നിങ്ങൾ ഏതൊക്കെ മേഖലയിലുള്ള ഫണ്ടുകളാണ് ആളുകൾ കൊടുക്കുന്നത്, ആരൊക്കെയാണ് വരാത്തത്, ഇനി എന്തെങ്കിലും അതിനകത്ത് തടസ്സമുണ്ടോ എന്നതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച് 2021 മാർച്ച് 31 ചരിത്ര സംഭവം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ഞാൻ തൃശ്ശൂരിൽ ചെന്ന് അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയിൽ നിന്നും അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന RS ശ്രീകുമാരൻ ഒരുമിച്ച് ചേർന്ന് ഞാൻ അവാർഡ് വാങ്ങി. അതിനുശേഷമുള്ള എൻ്റെ ആവേശകരമായ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിൻ്റെ ഫണ്ട് ഒരിക്കലും ലാപ്സ് ആവരുത്. അത് കൃത്യമായി ഈ കഴിഞ്ഞ നാൾ വരെ ഈ ഒരു വർഷം അതിൻ്റെ പ്രവർത്തനത്തിൽ 85%, മാർച്ച് 31 ആകുമ്പോഴേക്കും അത് 100% പൂർത്തിയാക്കാൻ കഴിയും. അപ്പോൾ ഒരു ജനപ്രതി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ എൻ്റെ വാർഡിൽ ഉള്ള വികസനങ്ങൾ. കേരളത്തിൽ ആദ്യമായിട്ടാണ് ലൈഫ് എന്ന പദ്ധതി പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ശ്രീ മഹാത്മാ അയ്യൻകാളിയുടെ പേരിൽ കേരളത്തിൽ ആദ്യമായി ഒരു ലൈഫ് ഭവനം ഉണ്ടാകുന്നത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളാർ എൻ്റെ വാർഡിലാണ്. 2015 അതിൻ്റെ ആരംഭം തുടങ്ങി. അത് പണി പൂർത്തിയാവുന്നതിന് ഉദ്ഘാടനം നടത്തി അന്നത്തെ പഞ്ചായത്ത് മാറി. ഞാൻ മെമ്പറായി വന്നതിന് ശേഷം ആ വിഭാഗത്തിൽ 20 വാർഡിൽ നിന്നും ഭൂമി വാങ്ങാൻ കഴിവില്ലാത്ത വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. വെള്ളമില്ല, കറണ്ടില്ല, ലിഫ്റ്റില്ല, ചുറ്റുമതിലില്ല, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഇതായിരുന്നു. എന്നിട്ടും പഞ്ചായത്ത് കൃത്യമായ ഇടപെടൽ നടത്തി അത് ഗുണഭോക്താക്കളെ എത്തിക്കുന്നതിൽ കാലതാമസം വന്നപ്പോൾ SC കമ്മീഷന് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ പരാതി പഠിപ്പിച്ചു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വരികയും 15 ദിവസത്തിനകത്ത് ഫ്ലാറ്റിൽ മുഴുവൻ ആളെയും താമസിക്കണമെന്ന് കമ്മീഷൻ വന്നു. ഫ്ലാറ്റ് പരിശോധിച്ചു, അവിടുത്തെ കുറവുകൾ ചൂണ്ടിക്കാട്ടിച്ചു. ഞാൻ ആദ്യമായി
ബഡ്ജറ്റിൽ കുടിവെള്ളത്തിനാണ് ആദ്യം ബഡ്ജറ്റ് വെച്ചത്. 6.25 ലക്ഷം രൂപ കൊടുത്ത് ഫണ്ട് അനുവദിപ്പിച്ച് കുടിവെള്ളം വരുത്തി. 5.25 ലക്ഷം രൂപ വരുത്തി കറണ്ട് വരുത്തി. 22 ലക്ഷം രൂപ ചെലവാക്കി ലിഫ്റ്റുമായിട്ടും താമസിക്കാൻ ആളെ കയറ്റാത്ത അവസരത്തിൽ അവസാനം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടലെല്ലാം കൂടെ ചേർന്ന് 19 കുടുംബങ്ങളെ 21 കുടുംബങ്ങൾക്ക് അവിടെയുള്ള 19 കുടുംബങ്ങളെ അന്ന് തന്നെ അവിടെ താമസത്തിലാക്കി. ഇന്ന് അവരവിടെ താമസിച്ചു വരുന്നു. 550 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടമാണ്. തുടർന്ന് കമ്മീഷൻ പറഞ്ഞത് ചുറ്റുമതിലുണ്ടാവണം, അവർക്ക് പാർക്ക് ഉണ്ടാവണം, അതിന് ഭൂമി വേണം. അതിന് ഭൂമിയിലെ 20 സെന്റ് സ്ഥലം പഞ്ചായത്ത് വാങ്ങി ആ 20 സെന്റ് കിട്ടണം. രണ്ടാമത് 10 സെന്റ് സ്ഥലം കൂടെ അനുവദിപ്പിച്ച് 20 ലക്ഷം രൂപ 10 ലക്ഷം രൂപയുടെ അവിടെ സ്ഥലം വാങ്ങി. അതിൻ്റെ ഫ്രണ്ടിൽ 6.5 സെന്റും പുറകിൽ അവർക്ക് വർക്ക് ഏരിയ സഭ്യങ്ങളുണ്ട്. ചുറ്റുമതിലുകളായി അവിടെ അലുമിനിയം കംസ പണികളായി. ഇനി ഈ വർഷം വെച്ചേക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് അവരുടെ സഞ്ചാര മാർഗത്തിനുള്ള റോഡിൻ്റെ കുറച്ച് ഒരു 50 മീറ്റർ റോഡിൻ്റെ കോൺക്രീറ്റിന് അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. അത് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു പറഞ്ഞു വികസന കാര്യങ്ങളിൽ എൻ്റെ വാർഡിൽ പട്ടികജാതി വിഭാഗക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ആ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന നല്ലൊരു ഭാഗം എനിക്ക് ഉള്ളതുണ്ട്. കാര്യം സത്യം പറഞ്ഞാൽ ഈ വർഷം എനിക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ 2 പേര് വെച്ചിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ അത്രമാത്രം വികസനങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു. ഈ വികസനമാണ് ഞാൻ വെണ്ണിയൂർ വാർഡിലേക്ക് കൊണ്ടുവന്നത്. വെണ്ണിയൂർ വാർഡിൽ കുറേച്ചൊക്കെ വികസനങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും ഒരു SC/ST ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ അവിടെ ഒരു നഗർ പട്ടികജാതി നഗർ ഉള്ള സ്ഥലമാണ്. അവിടെ MLA 1 കോടി രൂപ അനുവദിച്ചുവെങ്കിലും അതിനകത്ത് കുറച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട്. ആ പ്രോജക്റ്റ് ഇപ്പം നടന്നൊരു 17 വീടോളം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. തുടർ നടപടി കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ പരിചയസമ്പന്നനായിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിച്ച ഒരു ജനപ്രതി അവിടെ എത്തിയെങ്കിൽ മാത്രമേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അവിടുത്തെ കുടിവെള്ള പ്രശ്നം, അവിടുത്തെ വഴിയുടെ റോഡിന്റെ പ്രശ്നം, അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നം, ഹരിതകർമ്മസേനയുടെ പ്രശ്നം. അപ്പോൾ ഹരിതകർമ്മസേനയുടെ മേഖലയിലും ഞാൻ വളരെ ശക്തമായ രീതിയിൽ ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹരിതകർമ്മസേന 40 വരെയും നമ്മുടെ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നു. അവരോടൊപ്പം നിന്ന് അവരുടെ വാർഡുകൾ പരിശോധിച്ച് അത് കൃത്യസമയം ആ സാധനങ്ങൾ കൃത്യമായി കടത്തിവിടുന്നുണ്ട്. പട്ടികജാതി ഇതിന്റെ എല്ലാം വികസന പ്രവർത്തനം നടത്തുമ്പോഴും ആ പഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെതായിരുന്നു. അതെ അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അതിനകത്ത് രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. ഒരു ജനപ്രതിയായി പഞ്ചായത്ത് നമ്മൾ മത്സരത്തിൽ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുകയും നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ അവിടെ രാഷ്ട്രീയം പാടില്ല. എല്ലാവരും തുല്യരാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ലാതെ 20 മെമ്പർമാരും ശക്തമായി നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ ശക്തമായ രീതിയിൽ എല്ലാവരും അവരുടെ വാർഡുകളിലേക്കുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ആരും തമ്മിൽ വഴക്കൂല, സ്നേഹിതരായി പോകുന്നു. എല്ലാ വാർഡിലും ഉണ്ട്. അത്തരത്തിൽ നമുക്ക് വാർഡിലെ മുമ്പ് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ മെമ്പർമാരും അങ്ങനെ ചിലയിടത്തൊക്കെ ചില വീഴ്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് അതിനൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജനപ്രതിയാകുന്ന ഒരാള് ചുമ്മാ ഒരു ജനപ്രതി ആയാൽ കഴിയില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പൊ സ്മാർട്ടൊക്കെയാണ്. അപ്പോൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ കില തരുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ് കൃത്യമായി പഠിച്ചു. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ട്രെയിനിങ്ങിലും പങ്കെടുത്തിട്ടുള്ള ഏക വ്യക്തി ഞാൻ മാത്രമാണ്. കാരണം ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ അല്ലെങ്കിൽ പട്ടികജാതി ക്ഷേമം മാത്രമല്ല, ഞാൻ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കണം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം ഞാൻ തുടക്കത്തിൽ ചെല്ലുമ്പോൾ ഒരു വർഷം എനിക്ക് എങ്ങനെയൊക്കെയാണ് ഈ കമ്മിറ്റിക്കകത്ത് നമ്മൾ പെരുമാറേണ്ടതെന്ന് അറിയില്ല. 1-2 മുൻ മെമ്പർമാർ പറയുന്നതൊക്കെ കേട്ടു നിന്നു. ഒരു ജനപ്രതിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചെയ്യണം. അതിന് ജനങ്ങളോടൊപ്പം നിൽക്കണം. അല്ലാതെ നമ്മൾ അവിടെ രാഷ്ട്രീയം കാണിച്ചിട്ട് ഏതൊരു കാര്യവുമില്ല. എനിക്ക് ഈ വാർഡിനകത്ത് ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാ ജനങ്ങൾക്കും തൃപ്തികരമായിരിക്കും തരത്തിൽ അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഒരു സന്തോഷം എനിക്കുണ്ട്. അതിലെനിക്ക് ഏതൊരു മാറ്റവും അതിനകത്തില്ല. എൻ്റെ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 100 ജോലി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതിന് നമുക്ക് ചില ഇടമുണ്ട്. കരരസീതകളൊക്കെ വാങ്ങി ഉടമകളിൽ നിന്നും മേറ്റുമാർ ആ സമയത്തിന് ഒപ്പിടാൻ വരുന്ന പണി സൈറ്റ് ഞാൻ പരിശോധിക്കും കൃത്യമായിട്ട്. ഇത് മാത്രം എൻ്റെ വാർഡ് മാത്രമല്ല, ഏറെക്കുറെ ഞാൻ സഞ്ചരിച്ചു പോകുന്ന വാർഡ് തൊഴിലുറപ്പുന്നല്ല. ഞാൻ അവിടെ കയറും. തൊഴിലുറപ്പ് നടക്കുമ്പോൾ അവർക്കൊരു സൈറ്റ് ഡയറി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വാർഡിലെ സൈറ്റ് ഡയറിയിൽ ഒപ്പിട്ടിട്ടുള്ളത് ഞാനാണ്. കാരണം ഒരു മെമ്പർ മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ ആ സ്ഥലത്തെത്തിയാൽ അവിടുത്തെ തൊഴിൽ പരിശോധിച്ചാൽ അദ്ദേഹം സൈറ്റ് ഡയറിയിൽ ഒപ്പിട്ടിട്ട് വേണം പോവാൻ.
അപ്പൊ ആ രീതിയിൽ നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനിപ്പോൾ വെണ്ണിയൂർ വാർഡിൽ മത്സരിക്കുന്നു. ഞാൻ വളരെ വളരെ സന്തോഷവാനാണ്. കാരണം അവിടെ എനിക്കൊരു വീട്ടിൽ പോയി ചെന്നൊരു കതവ് തട്ടി ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നതിന് മുമ്പ് എന്നെ മുമ്പറേ എന്ന് വിളിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ആ വെണ്ണിയൂർ വാർഡിലെ ഗ്രാമസഭയിൽ പങ്കെടുത്ത് കൃത്യമായി അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുന്ന ഒരാളെന്നുള്ള നിലയിൽ, തൊഴിലുറപ്പുകാരെന്ന നിലയിൽ എല്ലാവരും എന്നെ സംബന്ധിച്ച് 22 വാർഡിലും ഞാനുള്ളത്. അപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം തിരിയായി വന്ന് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ കക്ഷി രാഷ്ട്രീയമില്ല, അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ട്. മെമ്പറെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഞങ്ങൾ എപ്പോൾ വന്നിരുന്നാലും ഞങ്ങളുടെ ആവശ്യം ചെയ്തു തരുന്ന ഒരു മെമ്പർ ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങേ ജയിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും സന്തോഷമാണ്. അപ്പം ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലോട്ട് ചെന്നു. ഞാൻ നിങ്ങളെ അപ്പോൾ അവർ പറഞ്ഞു, ആ മുമ്പ് ഞങ്ങളുടെ പണി കാണാൻ വന്നതാണോ? ഞാൻ പറഞ്ഞു, ആ സൈറ്റിൽ ഒപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയുള്ള ഒരു 5 വർഷം നിങ്ങളോടൊപ്പം ഈ വാർഡിൽ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ ഈ വാർഡിലെ മെമ്പറാണ്. സത്യം പറഞ്ഞ എല്ലാം പ്രായമുള്ള അമ്മമാരെല്ലാം എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച്, മുമ്പേ ഞങ്ങൾ നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായിട്ട് കാണുന്നില്ല. ഞങ്ങൾ എപ്പോൾ വന്നിരുന്നാലും, ആ തൊഴിലുറപ്പ് തൊഴിലാളികൾ വന്നിരുന്നാലും അവരുടെ പേപ്പർ എന്താ സംശയം, എന്തൊക്കെ ആ സംശയങ്ങളുണ്ടെങ്കിൽ ചിലപ്പം പറയും ഐസൻ സെക്രട്ടറി എടുത്ത് പോകാൻ പേടി, അവർ കുഴപ്പമില്ല, വാ അവിടെ സാറേ ഇത് ഒരു ഒപ്പ് മാറ്റിയിട്ടാക്കിയാണ്, വഴക്കൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എല്ലാം അവരെ സഹായിക്കുന്നു കൊടുത്തിട്ടുണ്ട്.